അതിനേക്കാൾ വിഷമമുണ്ടടാ ഞങ്ങൾക്ക്. ഞങ്ങളുടെ ആഗ്രഹം നിങ്ങൾ എന്നും ഒന്നിച്ച് ജീവിക്കണം തന്നെയായിരുന്നു. നിങ്ങൾക്കത് തോന്നാൻ വൈകിയേ ഉള്ളൂ. അന്ന് സോനയുടെ ഡാഡിയും മമ്മിയും പ്രകാശിന്റെ അമ്മാമ്മയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. എബിയുടെയും സോനയുടെയും കാര്യത്തിൽ തനിക്ക് ആദ്യമേ സംശയം ഉണ്ടായെന്ന് പറഞ്ഞ് കലിപ്പിലായ അമ്മാമ്മയെ പ്രകാശ് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ ഒരുപാട് പാടുപെട്ടു. പ്രകാശ് പിന്നീട് മ്യൂസിക് സീരിയസ് ആയി എടുത്ത് അമേരിക്കയിലുള്ള പാരൻസിന്റെ അടുത്തേക്ക് പോയി. വർഷ തന്റെ സങ്കടങ്ങളെല്ലാം കെട്ടിപ്പറുക്കി ഡാഡിയുടെ കൂടെ ഡൽഹിയിലേക്കും യാത്രയായി. 1-2 വർഷങ്ങൾക്ക് ശേഷം എബിയും സോനയും വിവാഹിതരായി. വർഷങ്ങൾക്ക് ശേഷമുള്ള അവരുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഭീമ ജ്വല്ലറിയുടെ ഇന്നത്തെ മുതലാളി ജിനന്റെ മകനാണ്. ഇന്ന് അവരുടെ ഷോറൂമിന്റെ പുതിയ ഫ്ലോർ ഉദ്ഘാടനമാണ്. ഉദ്ഘാടനം നിർവഹിച്ചത് പ്രശസ്ത സിനിമാ താരം ദിവ്യ ഉണ്ണിയായിരുന്നു. ഇനോഗ്രേഷന്റെ ഭാഗമായി അന്ന് അവിടെ എത്തിയ കസ്റ്റമേഴ്സിൽ നിന്നും ഒരു ഭാഗ്യ ജോഡിയെ തെരഞ്ഞെടുത്തു. മിസ്റ്റർ എബി സക്കറിയ ആൻഡ് മിസ്സസ് സോന എബി സക്കറിയ. ഗുഡ് മോർണിംഗ് സോന. വെരി ഗുഡ് മോർണിംഗ് എബി. ഇന്ന് രാത്രി ഈ കെന്റ് റെസിഡൻസിൽ ഒരു പരിപാടി നടക്കുന്നുണ്ട്. എബിയുടെയും സോനയുടെയും വിവാഹ വാർഷികം. വർഷങ്ങൾക്കിപ്പുറം രണ്ടുപേരും സൗഹൃദവും പ്രണയവും നിറഞ്ഞ ഒരു ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അവർക്ക് കൂട്ടിന് ജാക്സൺ എന്ന പേരുള്ള ഒരു മകനും കൂടിയുണ്ട്. ജേക്കബും മായയും ബേബിയും സണ്ണിയും എല്ലാം മക്കളുടെയും കൊച്ചുമകന്റെയും കൂടെ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. കേണൽ സാറിന്റെ കൂടെ ഒരു സഹായിയായിട്ട് ഇന്നും രുക്കു കൂടെയുണ്ട്. എബിയുടെയും സോനയുടെയും കൂടെ പഠിച്ച കോളേജിലെ കുറച്ച് ഫ്രണ്ട്സും അവിടെ എത്തി. പ്രകാശിന്റെ നിർബന്ധം കൊണ്ട് അവന്റെ പപ്പയും അമ്മയും അവിടെ എത്തിയിരുന്നു. പ്രകാശും വർഷയും മകൾ റോസ്ലിനും അമേരിക്കയിൽ നിന്ന് നേരെ വന്നത് ഈ ഫംഗ്ഷനിലേക്കാണ്. പണ്ടത്തെ ഓർമ്മകളൊക്കെ പറഞ്ഞും ചിരിച്ചും അവർ ആ സമയം ഒരുപാട് എൻജോയ് ചെയ്തു. ഇവരുടെ മക്കളെന്ന് ആദ്യമായാണ് കാണുന്നത്. പരിചയപ്പെട്ടപ്പോൾ തന്നെ അവർ പെട്ടെന്നെടുത്തു. അലമാരയിൽ നിന്നും ഒരു പഴയ ഫോട്ടോയും ഓട്ടോഗ്രാഫും കിട്ടിയപ്പോഴാണ് മമ്മി പണ്ടത്തെ കഥകൾ തന്നോട് പറഞ്ഞതെന്നു. അന്നു മുതലേ നിന്റെ ഡാഡിയെയും മമ്മിയെയും ഒന്ന് കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയാണ് ഞാനും കൂടെ ഈ പരിപാടിക്ക് വന്നതെന്ന് അവൾ പറഞ്ഞു. ആരായാലും ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് കുതിച്ചു പോകുന്നും കൂടി അവൾ കൂട്ടിച്ചേർത്തു. അപ്പൊ അവിടേക്ക് കയറി വന്ന കാറ്ററിംഗ് ബോയുടെ കയ്യിൽ നിന്നും അവർ 2 കോള എടുത്തു. അത് കുടിക്കാൻ നേരം അവൻ അവളോട് ചോദിച്ചു, എന്നാ പിന്നെ നമുക്കിത് എക്സ്ചേഞ്ച് ചെയ്താലോ? അത് കണ്ട് അങ്ങോട്ട് കയറി ചെന്ന രുക്കു ശുക്രിയാന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അത് കേട്ട് അവിടെ കൂടി നിന്നവരെല്ലാവരും ഉറക്കെ ചിരിച്ചു.